ഹലോ ഗായ്സ്, വെൽക്കം ടു ബനാന ട്രീസ്. ഇന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട്? സ്റ്റോക്ക് ബ്രോക്കർ ത്രൂ നമ്മൾ ഈ ഒരു ട്രേഡ് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബ്രോക്കറുടെ അക്കൗണ്ട് ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ അതൊരു 3-in-1 അക്കൗണ്ടാണ്. എന്താണ് 3-in-1 അക്കൗണ്ട്? അപ്പോൾ ഈ 3-in-1 അക്കൗണ്ടിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും, അതേപോലെ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും, അതേപോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാഷ് സേവിങ്സ് അക്കൗണ്ട് ടു നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇടും. നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. അപ്പോൾ ട്രേഡ് ചെയ്തു ഞാനൊരു കമ്പനിയുടെ സ്റ്റോക്ക് ഒരു കുറച്ച് അധികം കാലത്തേക്ക് വാങ്ങി വെച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഷെയറിൻ്റെ മുകളിലുള്ള അധികാരം ഒരു ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് എനിക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആ ഒരു സോഫ്റ്റ് കോപ്പി കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് എൻ്റെ ഡിമെറ്റീരിയൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 അക്കൗണ്ട്സ് ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. ഇതിനാണ് ബേസിക്കലി ഒരു ബ്രോക്കർ അക്കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോക്സിൽ പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്യുക.